പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ
സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുക എന്ന് സംഭവമില്ല. റെക്കോർഡ് എന്ന് വെച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ, ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചോ അല്ലേ? ഇപ്പം നമുക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവർ ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്. ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസേനയൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. അത് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും, നിൻ്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടി. അപ്പം റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പം ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻഡ് ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാരെന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും. ഓരോരോ വിഷയത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കുന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിന് അത് വർത്തമാനകാലമാകും. അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുമ്പോൾ അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോകുക, നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പനിക്കനുണ്ട്, എന്നിട്ട് ആ പനിയും പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. കർത്താവിനെ പോയി കണ്ടിട്ട് പോരും.
അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന കാര്യമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോപാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ വിഷമോ വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും, കുർബാന കട്ട് ചെയ്യാനും, കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തിൽ ഇവർക്ക് സെൻസറില്ല, എല്ലാത്തിനും കുഴപ്പമാണ്. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ് ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അലക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ തുണി അലക്കിയാണ് പറയണത്. ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്. ആ ബുദ്ധിയും ബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളൂ. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്നത് കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിൻ്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട്? എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ഓക്കെ, വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. അതായത് ചിന്തിക്കണം, എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ, പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുദപിക്കണം, തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കെട്ടിപിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപിടിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴി തെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. മസ്റ്റ് യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ. എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അനുതാപം എനിക്ക് കുമ്പസ്തേക്ക് പാപമൊന്നുമില്ല, എനിക്ക് കുമ്പസ്തേക്കെന്ന് ഒക്കെ ദൈവം നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരി എത്തിയെന്നൊക്കെ പറയത്തില്ലേ? ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയണില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു വരും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നാണ്. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും അരിവെള്ളം
കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും, പക്ഷെ അനുതപിക്കാൻ പാടാണ്. അത് അനുതാപത്തിൻ്റെ ഒരു ഓട്ടോമെൻ്റ് ഇല്ല. കാര്യം അതാണ്, അനുതപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയും. യേശാവ് അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു, പക്ഷെ റിജക്റ്റായിപ്പോയി. അനുതപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ഹെബ്രായർ 12:17 ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. സ്വർഗം ഷട്ട് ഡൗൺ ആയി, അവസരം കിട്ടിയില്ല. നിസ്സാര കാര്യമല്ലേ. അപ്പോൾ നമുക്ക് അനുദപിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഷട്ട് ഡൗൺ ആയിട്ടാണ്, റിജക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കാണ്. എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ശുദ്ധമാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ മക്കളാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 5/11/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ, ഇതിൽ ഏത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത്. ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായി എനിക്ക് തന്നു. കട തുടങ്ങാനായിട്ട് 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി. ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത്. 1 വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപ കടം വീട്ടി തന്നു. ഒരു പാർലർ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട്. ആദ്യത്തെ മാസം തന്നെ എനിക്ക് 75,000 രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു. ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവുള്ളൂ. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ. മാതാവ് പറയും, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഓടിച്ചോ. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ രാത്രിയില്ല പകലില്ല എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് സ്കൂളിലൊന്ന് നെറ്റിടിച്ച് വീണു. നെറ്റി പൊട്ടിയിട്ട് ഒന്നുമില്ല, പക്ഷെ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു. പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്ത പറഞ്ഞു, നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ്, നീ കൊച്ചിന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞു. ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ച്. എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും. മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു. അതുപോലെ എനിക്ക് എന്നും അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും. മാതാവിൻ്റെ തൈലം തേച്ചു, അത് മാറി. ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുകുമാരനും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന, ഇപ്പോൾ എനിക്ക് 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ
100 രൂപ ഞാൻ മാറ്റിവെക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു ആർക്കെങ്കിലും ഒരു സഹായത്തിന്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റിവെക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു. ആ പൈസ ഞാൻ ഒന്നിനും എടുക്കില്ല, അതിന് വേണ്ടി മാത്രം ഞാൻ അത് മാറ്റി വെച്ചേക്കാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവുണ്ട്. പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രസ്സിനായാലും ഒക്കെ പള്ളിയിൽ നിന്ന് പിരിവിടും, അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളുടെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക. അതുപോലെ കൊന്ത രാവിലെ 3 മണിക്ക് ചൊല്ലും. 3 മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്നൊക്കെ എനിക്ക് 10,000 രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയണേ, എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ 3 മണിയുടെ കൊന്ത ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. 3 മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും, നല്ല വർക്ക് കിട്ടും. അത് 2 നേരം രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഗ്രീഷ്മ വർഗീസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് മകൾ അവസാനം പറഞ്ഞു വെച്ച ഒരു വാചകമാണ്. 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൃത്യമായി മാറ്റിവെച്ചിരിക്കും. ഉടമ്പടിയുടെ ആത്മാവ് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത വേലയുമാണെന്ന് നമുക്കറിയാം. നമ്മൾ ഉടമ്പടിയിലേക്ക് ഓടി വരുന്നത് ഏതെങ്കിലും ജീവിതകാര്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നും സത്യമാണ്. പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങും, ഉടമ്പടി കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയെത്തി തുടങ്ങേണ്ട ഒരു കാര്യമല്ല, ജീവിതത്തെ തന്നെ കാര്യമായി എടുത്ത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ട പദ്ധതിയാണെന്ന്. ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നത്. അത് എങ്ങനെ ജീവിക്കണം എന്ന കാഴ്ചപ്പാട്, എന്ത് നമ്മുടെ കരങ്ങളിൽ ലഭിക്കുമ്പോഴും ഇത് ആര് നമുക്ക് നൽകുന്നു എന്നൊരു കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ കണ്ണീരിനും സങ്കടത്തിനും ദാരിദ്ര്യത്തിനും എനിക്ക് കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കുള്ളത് കൂടി പങ്കുവെക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാനും സന്തോഷം പകരുവാനും സാധിക്കും എന്നൊരു കാഴ്ചപ്പാട്. അത് ഉടമ്പടി നമ്മുടെ ജീവിതമായി തീരുമ്പോൾ നമുക്ക് അമ്മ മാതാവും ഈശോയും പകർന്നു തരുന്ന ബോധ്യങ്ങളാണ്. ശരിക്കും ആ ബോധ്യം ലഭിച്ച മകളുടെ സാക്ഷ്യമാണ് ഇതിൻ്റെ പ്രത്യേകത. അവൾ പറഞ്ഞ ബ്യൂട്ടി പാർലർ തുടങ്ങുവാനോ 1 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി കടബാധ്യതകൾ തീർക്കുവാനോ, കുഞ്ഞിനുണ്ടായ ആ അപകടത്തിൽ ആ ഉടമ്പടി തൈലം പൂശി രോഗസൗഖ്യം ലഭിച്ചതോ, അതൊന്നുമല്ല ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതൊക്കെ ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതി വെച്ച വാചകമാണത്, എനിക്ക് 1000 രൂപയുടെ വരുമാനമുണ്ടായാൽ 100 രൂപ ഞാൻ കൃത്യമായത് മാറ്റിവെച്ചിരിക്കും. ഞാൻ കാതോർത്തിരുന്നത് ഈ വാചകം ഈ മകൾ പറയുന്നുണ്ടോ, എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അവളത് പറഞ്ഞു വയ്ക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഇതിങ്ങനെ സുരുക്കുട്ടി വയ്ക്കും. പള്ളിയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കും. പലരുടെ ജീവിതത്തെയും എൻ്റെ എളിയ ജീവിതം കൊണ്ട് സഹായിക്കുവാൻ എൻ്റെ അമ്മ ഈ ഉടമ്പടിക്കാലത്ത് എന്നെ സഹായിച്ചുവെന്ന മറ്റൊന്നുകൂടി മകളുടെ വിശ്വാസബോധ്യം പങ്കുവെച്ചു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയാൽ ആ ദിവസം എനിക്ക് 20,000 രൂപയുടെ വർക്കുണ്ടാവും. അത് ഞാനിങ്ങനെ എൻ്റെ അലസത കൊണ്ടോ ക്ഷീണം കൊണ്ടോ വേണ്ടെന്ന് വെച്ചാൽ എനിക്കതിന് ആ വർക്കിലത് സാരമായ കുറവുമുണ്ടാകും. അത് മകളുടെ ഒരു വിശ്വാസബോധ്യമാണ്. ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെയും തൊഴിലിനെയും ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ ഓരോ നിമിഷവും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കും. കാരണം 100 രൂപ വീതം മാറ്റുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. നമ്മുടെ കുടുംബത്തിൽ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വരുമാനം വരുന്നുണ്ട്. നമുക്ക് സാധിക്കുമോ ദശാംശം മാറ്റുവാനായിട്ട്? കിട്ടുന്ന വരുമാനം മുഴുവനും ഓരോ മാസവും എണ്ണി തിട്ടപ്പെടുത്തി ഇതിൻ്റെ ദിശാംശം ഇത് ദൈവവേലയ്ക്ക് ദൈവനാമ മഹത്വത്തിന് കണ്ണീരൊപ്പുന്നതിന് ഞാൻ നീക്കിവെക്കുന്നുവെന്ന് പറയുവാൻ ചങ്കുറപ്പുള്ളപ്പോൾ ആ വിശ്വാസത്തിനും ആ ആത്മീയതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്, ഇരുത്തമുണ്ട്. ദൈവസന്നിധിയിൽ പ്രത്യേകമായ മെറിറ്റുമുണ്ട്.
അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കുവാനുള്ള മനസ്സ് വലുതാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കണം. നാം വരുന്നതൊക്കെയും നേടുവാൻ വേണ്ടിയാണ്. അമ്മയുടെ അരികിൽ വരുന്നതൊക്കെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടിയാണ്. പക്ഷേ അമ്മയെ കണ്ടു മടങ്ങുമ്പോൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത് കൊടുക്കുവാൻ, കൈ തുറക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും, അതെൻ്റെ ജീവിത ശൈലിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. നമുക്ക് ഓർമ്മയുണ്ടാവണം, എന്ത് കൊടുത്താലും ജീവിതത്തിൽ അതൊരിക്കലും കുറഞ്ഞു പോവില്ല. മകൾ കൊടുത്ത് ശീലിക്കുന്ന മകളാണ്. അവൾ ഒരിക്കലും അവൾക്ക് കുറവുകളെക്കുറിച്ച് അവൾക്ക് തോന്നലുകൾ ഉണ്ടാവുന്നില്ല. അവൾ എന്താ പറഞ്ഞേ, 1 വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ എനിക്ക് സാധിച്ചു. അത് ദൈവം അനുവദിച്ച് എൻ്റെ വരുമാനത്തെ, എൻ്റെ കുടുംബത്തെ, അതിൻ്റെ എല്ലാ ചിലവുകളെയും നന്നായി നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്നതിന് യാതൊരു കുറവുമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ കൂടി സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചോറിലോ ആർക്കെങ്കിലും 50 രൂപ കൊടുത്തോ ഒതുക്കരുത്. നമ്മുടെ ജീവിതത്തെയും വരുമാനത്തെയും പൊള്ളിച്ചുകൊണ്ട് അതിനെ ബാധിക്കുന്ന വിധത്തിൽ നാം ഒരു ദാനധർമ്മത്തിലേക്ക്, കാരുണ്യ പ്രവൃത്തിയിലേക്ക് ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ വലിയ കാര്യങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടെ നിന്ന് നിമിഷങ്ങളിൽ ചെയ്യുന്നത് അനുഭവിക്കുവാനാവും. ഈ അൾത്താരയിൽ വന്ന് 5 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തുവെന്ന്, ലഭിച്ചതിൻ്റെ ഓഹരി നന്നായി കൊടുത്തുവെന്ന്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളായി കിട്ടാതിരുന്നതിൻ്റെ ഒരു ബാധ്യത തീർത്ത് കിട്ടിയപ്പോൾ ഇതൊരു വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് തീരുമാനിച്ച് കൊടുത്തുവെന്ന് ഈ അൾത്താരയിൽ ആരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ അവരോരോരുത്തരും ചേർത്ത് പറയും, ഒരിക്കലും ഒരു കുറവുമില്ലാതെ അമ്മ മാതാവും ഈശോയും അതിലും വലിയ അനുഗ്രഹം നൽകി ജീവിതത്തെ ഉയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന്. പ്രിയമുള്ളവരെ, കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ നമുക്ക് പഠിക്കാം. കൊടുക്കുന്നതൊന്നും കുറവാകില്ല എന്ന ബോധ്യത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ കൃപയുള്ളതാവട്ടെ, ദൈവസ്നേഹമുള്ളതാവട്ടെ, അമ്മയുടെയും ഈശോയുടെയും തിരുസന്നിധിയിൽ മെറിറ്റുള്ളതാവട്ടെ. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് ശില്പ, ഞാൻ കോട്ടയം കുമരകത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയത്തി, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ 19 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 1000 എന്ന് പറഞ്ഞാൽ പോരാ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ്. എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ് അമ്മ മാതാവിനോട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു ബൈ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. എൻ്റെ വിസ അങ്ങനെ എല്ലാം എനിക്ക് തടസ്സങ്ങളായിരുന്നു. അപ്പം അത് അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഒരു ആദ്യം പറയണം, അതായത് എനിക്ക് മാതാവുമായിട്ട് അല്ലെങ്കിൽ ഈശോപ്പയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ 7ാം ക്ലാസ് മുതൽ പള്ളിവക ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ എനിക്ക് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവും ഈശോപ്പനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷണലി. അപ്പം ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 2021 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം എബ്രോഡ് പോകണം. ഒന്നാമത് ബിലോ അവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ OET എഴുതി. ആ ടൈമിൽ അച്ഛന് കുറച്ച് സ്ട്രോക്കും അസുഖങ്ങളും ഉണ്ട്, എന്നാലും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആയതുകൊണ്ട് ഒരു തവണ നമുക്കൊരു ചാൻസ് തന്നു, എഴുതിക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാർക്കിന് എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂൾ പോയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കോട്ടെ ഒന്നൊന്ന് ചോദിക്കാനുള്ളൊരു അവസരമൊന്നുമില്ല. പിന്നെ അത് ആ പ്ലാൻ അങ്ങ് വിട്ടു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് കയറി 1 കൊല്ലം നിന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ അവസ്ഥ. നമുക്കങ്ങനെ ശമ്പളം ഇപ്പോൾ ആസ് എ ഫ്രഷറായിട്ടൊരു 12 രൂപയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഒന്നിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണ്, അതിന് കറക്റ്റായിട്ട് 5000 രൂപ നമ്മൾ വീട്ടിൽ കൊടുക്കണം. പിന്നെ ഒന്നിനും തികയില്ല. അപ്പോൾ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി, ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ
അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റും, ജർമ്മനി എന്ന കൺട്രീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല, ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഏജൻസിയിലാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഏജൻസി തിരക്കിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവർ ഫുൾ കാര്യങ്ങൾ പ്രോസസ്സിങ്ങും പഠിപ്പീരും എല്ലാം അവർ ചെയ്യും. അപ്പം B1 ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുത്തു. അങ്ങനെ B1 വെച്ചിട്ട് കയറ്റിവിടാമെന്ന് പറഞ്ഞു. മെയിൻലി A1 A2 B1 B2 ഇങ്ങനെ 4 ലെവൽസ്. അപ്പോൾ B1 വെച്ചിട്ട് കയറ്റിവിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃപാസന മാതാവും എൻ്റെ ജർമ്മൻ ലാംഗ്വേജും തമ്മിലാണ് നല്ലൊരു കണക്ഷൻ ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ എനിക്ക് കൃപാസനം പത്രം ഓരോരുത്തരും കൊണ്ട് തരും, ബസ്സിലും അതുപോലെ തന്നെ അടുത്ത് പാറേപ്പള്ളി പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തരും. അപ്പം ഈ പത്രം എനിക്ക് മാതാവിന് ഇഷ്ടമാണ്. അപ്പോൾ പത്രം വരുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്റ്റാമ്പ് കളക്ഷൻ പോലൊരു ഹോബിയായി. അതായത് ഇങ്ങനെ വരും, ഞാനത് വാങ്ങിച്ചെൻ്റെ ബാഗിനകത്ത് ഞാൻ വെക്കും. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ തന്നെ ഒരു 5ഉം 6ഉം പത്രമൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതായത് മോനെ, അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം കൃപാസനം എന്താണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമ്മ മാതാവ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാന്ന് പറഞ്ഞു. എന്നാലും അപ്പം അമ്മ പറഞ്ഞു നിനക്ക് ഇത്രയും പത്രം ഇല്ലേ നിൻ്റെ കയ്യിൽ, അപ്പോൾ ഇനി വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചു വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ പഠിത്തം പോവാം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. ഈശോയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ B1 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. B1 പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് B1 പാസ്സായിട്ട് നമുക്കപ്പോൾ കയറ്റിവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നേഴ്സുമാർക്ക് ഈ ഒരു ജർമ്മൻ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നോട് അവർ പറഞ്ഞിരുന്നത് 3 ലക്ഷം വിത്തൗട്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ നമ്മൾ കരുതുക. അപ്പം ആദ്യത്തെ ഞാൻ ജയിച്ചപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു ഒരു 1.15 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഒരു 1.15 രൂപ അടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കുക എത്ര നാളെടുക്കും ഏകദേശം ഇത് ശരിയാക്കാൻ. അപ്പോൾ അവർ പറയുന്നത് ഒരാഴ്ച കൊണ്ട്, ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാക്കും. ശരിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബെഷേഡ് എന്ന് പറയുന്നൊരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഫർ ലെറ്ററും കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിളിച്ചു ചോദിച്ചു, സാർ ബെഷേഡ് വന്നോ, ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല, 2 ആഴ്ചയായി വന്നിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല. അപ്പം നമ്മുടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ, ഞാൻ പറഞ്ഞു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. വീട്ടിൽ അച്ഛൻ അതുപോലെ തന്നെ എല്ലാവരും വഴക്കും ബഹളവും എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവർ കുറേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും. അതായത് നമുക്ക് വെളിയിലോട്ടൊന്ന് ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എപ്പോഴാണ് പോകുന്നത്, പോകാറായില്ലേ, കൊച്ചു തോറ്റുപോയോ, അങ്ങനെ. അത് പഠിച്ച് ജയിച്ച കഷ്ടപ്പാട് അറിയാം, പക്ഷേ എന്നാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒന്നും പോകത്തില്ല, കാരണം ഇപ്പോഴും പോകത്തില്ല, കാരണം ഈ ഒരു ചോദ്യം പേടിച്ച് പോകത്തേയില്ല. അപ്പം ഇങ്ങനെയായി വഴക്കും ബഹളവുമായിട്ട് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞായിരുന്നു, കസിൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടി ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം ട്രെയിൻ ഇറങ്ങി കുറച്ച് പേര് വന്നപ്പോൾ ഒരു ആൻറ്റിയായിട്ട് സംസാരിക്കുന്ന വഴിക്ക് മനസ്സിലായതാണ് ആൻറ്റിയൊക്കെ വരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പം അവരുടെ മകൻ ഇതുപോലെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, നീ ആരോടും പറയൊന്നും വേണ്ട, നീ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. അമ്മ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞത് ഇതുപോലെ നമുക്ക് പത്രം വരുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്, മാതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലാൻ എന്നുള്ളത് എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ ആദ്യത്തെ ഒരാഴ്ച കൃപാസനത്തിൽ വന്നു. അപ്പോൾ നമുക്ക് കൃപാസനത്തിനെ പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. വന്നു, ഞങ്ങൾ ഇവിടെയും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര മാജിക്ക് പോലെയാണ്. അതായത് എനിക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും അരമണിക്കൂർ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് എനിക്കും ഒരാഗ്രഹം, ബൈബിൾ എനിക്ക് വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് ഒരു ബൈബിൾ കൊണ്ടുതരാമോ ചേച്ചി എന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും തന്ന അനുഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കും. അപ്പം അങ്ങനെ പരിചയമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു കവർ ഒരു ദിവസം കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ബൈബിളും ഉണ്ട് ജപമാലയുണ്ട്, നല്ല പുതിയ ബൈബിളും ജപമാല ബുക്കും. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു
ഇതുപോലെ ഇത് നിനക്ക് എവിടെ നിന്നാണെന്ന് അറിയാമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി പള്ളിയിൽ പോകുന്ന ആളല്ലേ. ഇപ്പോൾ ചേച്ചി പള്ളിയിൽ എവിടെന്നെങ്കിലും നാഗമ്പടം പള്ളിയിൽ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ആ ഹസ്ബൻഡിന് അന്ന് കൃപാസനത്തിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഓട്ടോ ആണ്. അപ്പം ചേട്ടൻ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബൈബിളും ഒരു ജപമാല ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അതെനിക്കന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചപ്പം തന്നെ മാതാവ് എനിക്കത് കൃപാസനത്തിൽ നിന്ന് തന്നെ ഒരു ബൈബിളും ജപമാല ബുക്കും കൊടുത്തു വിട്ടത് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉടമ്പടിയിലായി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു മാസത്തിൽ ഒരു 5 ചോറും പൊതി അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അത്രയും കൊടുക്കാറുണ്ട്. അതുപോലെ പത്രം കൊടുക്കാറുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആസ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കെയർ അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നിങ്ങൾ എന്തിനാ ഇത് എടുത്തതെന്ന്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടായി പോയി. ഇത് മാതാവ് ഈ ചോദ്യം ചോദിച്ചത് എന്തിനാ നിങ്ങൾ ഇത് എടുത്തതെന്ന് ചോദിച്ചത് ഒരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ, എന്തിനാ ഇത് എടുത്തതെന്നാണ് മാതാവ് ചോദിച്ചത്. അപ്പം ഒന്നാമതേ നമ്മൾ ഈ സങ്കടത്തിൽ പോവാണ്. അപ്പം നമ്മൾ തന്നെ അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് ഞങ്ങൾ ഇങ്ങനെയാക്കി, നമ്മൾ ഇത്രയും ദുഃഖിക്കുമല്ലേ. അപ്പം മാതാവ് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സങ്കടങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാ എടുത്ത് ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഇതെടുത്തതെന്ന് നമ്മൾ സ്വയം ആശ്വസിച്ചു ഇത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ലാഗായിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി. എൻ്റെ ഈ ലാംഗ്വേജിലായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. പക്ഷേ അത്ര ആയപ്പം എനിക്ക് തന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങി. എനിക്കിനി നന്നായിട്ട് ഈ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് വരെ എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുവാണ് B2 പഠിക്കാം. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് പ്രോസസ്സിങ്. B2 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാനായിട്ട് പറ്റും. അങ്ങനെ B2 പഠിക്കാമെന്നുള്ള തീരുമാനത്തിൽ B2ൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി എനിക്ക് ആ ടൈമിൽ നല്ല മുറയ്ക്ക് പഴയ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇത് നടത്തുന്നുണ്ട്, ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഹീലിംഗ് ഗൈസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടും. ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം പുരട്ടി കാശുരൂപം കൈ പിടിച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും കിട്ടും, ഓഫർ ലെറ്ററും വരും. പക്ഷേ ഈ ഏജൻസിക്ക് അത് പിടിക്കത്തില്ല. ഇത് വേണ്ട എന്നിങ്ങനെ മാറ്റിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആകെ പടമെടുത്തു. അങ്ങനെ ഏറ്റവും ഒടുക്കം ഇവർ നമുക്ക് കൊണ്ടുതന്നൊരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറം പോയി. അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൗസ് ഉണ്ട് ആംബുലൻ്റെ ഫ്ലീഗ എന്നാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഹൗസ് മീൻസ് വീട്, ദെൻ ആംബുലൻ്റെ മീൻസ് ആംബുലൻസ്, ഫ്ലീഗ മീൻസ് കെയർ. അപ്പം ആംബുലൻസും അതുപോലെ തന്നെ ഹോം നേഴ്സും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവ് എനിക്ക് ഇതാണോ തരുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം UK ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ടും ഇതിനും എല്ലാം ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ട് അവർ തന്നെ ഇങ്ങനെ ചിലവഴിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രയോജനവും ഇല്ലേ? പിന്നെ ഈ ഹൗസ് ഉണ്ട് ആംബുലൻ്റ് ഫ്ലീഗ നേഴ്സ്, ഞാൻ അതാണോ മാതാവെ പഠിച്ചതെന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരയാൻ അത്രത്തോളം ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താണേലും ചിലപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും, ഓക്കെ പോട്ടെ, ഞാൻ ഈ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്ന് തന്നെ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് എൻ്റെ സങ്കടം പറഞ്ഞായിരുന്നു. ചേച്ചി ഈ ഹോം നേഴ്സ് അത് ചേച്ചി ഞാനതല്ല പഠിച്ചത്, എനിക്ക് നേഴ്സ് തന്നെ ആകണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞുതരാം, നീ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എല്ലാ ഏജൻസികളും കള്ളന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇങ്ങനെ പറയും, പക്ഷേ പിന്നീട് അതൊന്നുമല്ല നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്ത് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറയും കേട്ടോ, മാതാവേ ഇങ്ങനെയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നു, ഞാനിത് വിളിക്കുവാണ്. അങ്ങനെ പുതിയൊരു ഏജൻസിയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു സ്ക്രീനിങ് വെക്കാം, നിൻ്റെ ലാംഗ്വേജ് സ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് വീട്ടിൽ വഴക്കാണ്. അച്ഛൻ ഡെയിലി വരുമ്പം പറയും അയാളെ വിളിക്കാം, സാറിനെ വിളിച്ചിട്ട് എന്ത് കാര്യവും അവരെടുക്കത്തു പോലുമില്ല. ഇപ്പം എടുക്കാതിരുന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടല്ലോ ഇവരെടുക്കാതെ വരുമ്പോൾ. തിങ്കളാഴ്ച വിളിക്കും, ഞാൻ വിളിക്കും, എന്നിട്ട് ടൈം ടേബിൾ മോഡൽ ചൊവ്വാഴ്ച അച്ഛൻ വിളിക്കും, ഇങ്ങനെയായി. അങ്ങനെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു. അവർ തുടക്കത്തിൽ പറഞ്ഞു സ്ക്രീനിങ് വെക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ സ്ക്രീനിങ് വെച്ചപ്പോഴത്തേക്ക് വളരെ അപ്പോഴും ഞാൻ കശുരൂപം ഉപ്പും തൈലവും എല്ലാം ഞാൻ പുരട്ടിയാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. കൂടാതെ ആ ഇൻ്റർവ്യൂ എടുത്ത മാം എന്നോട് ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് പഠിച്ചത്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല, കാരണം എൻ്റെ മാതാവ് തന്നെ ചോദിപ്പിച്ച ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു വരുമാനവും ഇല്ല, അത് 25,000 രൂപ ആ ഒരു ഓഫർ ലെറ്റർ തന്ന് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊരു വരുമാനമായി, എനിക്കൊരു ജോലിയായി. അപ്പം ആ വഴിക്ക് ഞാനിങ്ങനെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അധികം താമസിക്കാതെ അവിടെ എനിക്ക് കിട്ടി. അപ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഒന്നും ആയില്ല എന്നും ചോദിക്കുമ്പോൾ പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരും. അതുപോലെ ചിലപ്പം പറയും ഉർലൗബ് വെക്കേഷൻ ആണെന്ന് പറയും. അപ്പം മുറയ്ക്ക് അവിടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് പുതിയ ഈ പ്രോസസ്സിങ് കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഞാൻ ചോദിച്ചു ഇതുപോലെ എന്നെ എന്തായി പ്രോസസ്സിങ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവരെനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതിലും ഞാൻ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്നോളം ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അതിന് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ച് ജർമ്മനിയിലോട്ട് പുതിയ ഏജൻസിക്കാർ പറഞ്ഞത് വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ആ ഫ്ലോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യം കൊടുത്ത അപ്പോഴത്തേക്ക് 1 കൊല്ലത്തോളമായി എൻ്റെ ആദ്യത്തെ ഏജൻസിയിൽ പ്രോസസ്സിങ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് ഇത്രയും കാത്തിരുന്ന ബഷീഡ് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒറിജിനൽ സബ്മിറ്റ് ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാമത്തെ ഏജൻസിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഞാൻ അത്രയും കാത്തിരുന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാതിരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ B2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. B2 എക്സാമും ഞാൻ പാസ്ഡായി. അത് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ B2ൻ്റെ റിസൾട്ട് വരുന്നത് വെറും 15 ദിവസം കൊണ്ടാണ്. 15 ദിവസം കൊണ്ട്, സാധാരണ ഒരു 30 ദിവസമൊക്കെ എടുക്കുന്നത്, 15 ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നത്. അത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു ദിവസം വരുമ്പോഴാണ് വെളുപ്പിനെ ഞാൻ എൻ്റെ റിസൾട്ട് കാണുന്നത്. അതും എല്ലാം എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം റിസൾട്ട് വന്നു. പിന്നെ അവിടെ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക്, അത് ഞാൻ പറഞ്ഞത് മാജിക്കാണ്. കാരണം എൻ്റെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബഷീഡ് പേപ്പർ വന്നു. പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിന് 1 മാസത്തോളമാണ് സമയമെടുക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമല്ലോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്കറിയാം അത് ഈശോപ്പൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് 1 മാസം കൊണ്ട് വരേണ്ട പ്രീ അപ്രൂവൽ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത്. അതിനുശേഷം എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഈ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു. അതും എനിക്ക് ഏജൻസിക്കാർ VFSന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ട്രാവൽ 26 എന്ന് എഴുതണമെന്നായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. VFSൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, സാറ് ഇത് 26 എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം 26-ന് നിൻ്റെ വിസ പോലെ നിൻ്റെ കയ്യിൽ കിട്ടത്തില്ല, ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡേറ്റ് മാറ്റി ഒരു ജനുവരി 15-ലേക്കൊക്കെ ആക്കി. എന്നാലും എനിക്കറിയാം എനിക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു തന്നെ എൻ്റെ മാതാവ് അതും എനിക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ 11-ാം തീയതി ഞാൻ VFSൽ വെച്ചത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസയോടുകൂടി കൈ കിട്ടിയത് 17-ാം തീയതി ആയിരുന്നു. ഒരാഴ്ച തന്നെ എടുത്തുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയൊന്നുമില്ല. അതായത് എനിക്കിതിനകത്ത് എൻ്റെ വിസ അപ്രൂവ്ഡാണെന്ന് എനിക്ക് അറിയാം. കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈശോപ്പനുണ്ട്. അപ്പം എനിക്ക് എന്താണെങ്കിലും അത് അപ്രൂവ്ഡാണെന്ന് അറിയാം. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നമുക്കിത് അടുത്തൊരു പള്ളിയുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ലാത്ത പള്ളിയാണ്, അപ്പം അവിടെ ഒന്ന് പോകാം, അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഇത് തുറന്നു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിലും മംഗളവാർത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഈ പാസ്പോർട്ടിനകത്തുള്ളതൊരു മംഗളവാർത്തയായിരിക്കും. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, പാസ്പോർട്ട് അപ്രൂവ്ഡ് ആണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്, അതായത് ഒത്തിരി പള്ളികൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്തിനാ ജർമ്മൻ എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, വൺസ് നമ്മൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാതാവ് നോക്കിക്കോളും. അന്ന് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 3 ലക്ഷം കൊടുത്ത് ആംബുലൻ്റ് ഫ്ലീഗയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കയറിപ്പോയേനെയായിരുന്നു. പക്ഷെ അമ്മ മാതാവിനറിയാം എന്താണ് നല്ല കാര്യം, അത് നമ്മളിലേക്ക് എപ്പോഴാണ് നന്നായിട്ട് എത്തിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 1 രൂപ പോലും അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ എനിക്ക് മുടക്കേണ്ട ഒരു നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ അമ്മ മാതാവിൻ്റെ ഈശോപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഇതെൻ്റെ വിസയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് വരാനായിട്ടുള്ളതാണ്. അത് ഈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 വീക്സിൽ തന്നെ വരുമെന്നാണ് പുതിയൊരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു സാക്ഷിയുണ്ട്, അത് അവൾ തന്നെ പറയും.
എൻ്റെ പേര് അഞ്ജുമോള്. ഞാൻ 4th ഇയർ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ചേച്ചി എടുത്തതിന് ശേഷമാണ്. അത് May 10, 2025 ഞാൻ എടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ 6th സെമസ്റ്റർ എഴുതി നിൽക്കുമായിരുന്നു. ആ സമയം ഞാൻ 2 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഞങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു 1 ഇയർ പോകും. 1 ഇയർ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ കൂടാൻ പറ്റില്ല. എൻ്റെ ഒരു 1 ഇയർ ഫുള്ളായിട്ട് പോവുക. പിന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നപ്പം കൊറോണ കഴിഞ്ഞ ബാച്ചും കൂടെ ആയതുകൊണ്ട് കുറേ ലാഗായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ഇയറും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ആ ഒരു ഇത് പോകും. അങ്ങനെ അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല അമ്മമാതാ ഒരു വഴി കാണിച്ചു തരും, പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം വെച്ചിട്ടില്ല. അതങ്ങനെ വെച്ചു. ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമായി. അപ്പം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ ധ്യാനമൊക്കെ കേൾക്കും. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനമൊക്കെ കേട്ടിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. എനിക്കറിയില്ല അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തിരുമുകാരനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത പോലെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ തിരുമാരം വരി എനിക്ക് സഹായിച്ചു തരണമെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം എൻ്റെ ഒരു കൊല്ലം പോവാ എനിക്കത് ഒട്ടും ഞാൻ ഭയങ്കര ഒന്നും ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ എന്താ ചിരിക്കാത്തേ, കാരണം ഞാൻ ഒട്ടും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോണു, ഞാൻ മാത്രം അങ്ങനെ നിൽക്കണു. അങ്ങനെ എൻ്റെ എക്സാം വന്നു. രണ്ടെണ്ണമായിരുന്നു. എനിക്ക് ചൈൽഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആയിരുന്നു. ചൈൽഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ കൊണ്ട് അത് കഴിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കത് ഏറ്റവും ടഫായിരുന്നു. ആദ്യത്തെ ഇതിലും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എക്സാം വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ കൊന്തയും കാശുരൂപമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം ഹാളിൽ അത് കയറ്റാൻ പറ്റില്ലേ. ഇനിയിപ്പം ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നതായിരിക്കും ഞാൻ വിചാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ കയറ്റാൻ പറ്റി. ഞാൻ അങ്ങനെ ഹാളിലിരുന്നു. അതിന് മുമ്പ് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചിലർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കളറിലെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാനും അങ്ങനെ അമ്മയോട് ഒരു ദിവസം പറഞ്ഞ് അമ്മയുടെ കളറായ പച്ച, നീല, പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ വെള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇട്ട് ഇൻഡിവിജ്വലായിട്ട് ഡ്രസ്സ് വരുവാണെങ്കിൽ ഞാൻ അമ്മ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുന്നു. അങ്ങനെ കളറിൽ ആരും വന്നില്ല. അപ്പം ഞാൻ ഓർത്ത് അമ്മ ആരും ഇല്ലേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബുക്ക്ലെറ്റ് എനിക്ക് കിട്ടി. ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ കണ്ടത് അതിൽ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ട്. ആ നൂലിൻ്റെ കളർ പച്ചയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കാരണം എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് മാനേജ്മെൻറ്റ്. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു അമ്മേ എന്തെങ്കിലും ഒരു കളർ കാണിക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ നൂലിന് പച്ച നിറം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ജയിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് ഇതിലും നല്ലത് ആദ്യത്തെ എക്സാം ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. 3 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അമ്മേനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി അങ്ങനെ ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു ഇല്ലേടെ പോകും. കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേയേറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇല്ലേടെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു ഇല്ലേടെ നീ അമ്മേനെ വിശ്വസിക്കുന്നതല്ലേ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്ത് പോകുമായിരിക്കും. പക്ഷേ എനിക്ക് ആ 2 വിഷയവും കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ആകെ കുറച്ച് 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കിട്ടിയുള്ളൂ. അതിൽ ഞാനും ഒരാളായി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനന്ന് എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, അമ്മയുടെ കൃപയാ മാത്രമാണ്. അമ്മ ഈശോപ്പോട് പറഞ്ഞാണ് എനിക്കിത് കിട്ടിയത്, അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ടേ അല്ല അത് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞു. അതിന് എനിക്ക് മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അത് എനിക്ക് കിട്ടിയ മാർക്ക് 47. എനിക്ക് കിട്ടേണ്ട മാർക്ക് ശരിക്കും ജയിക്കേണ്ട മാർക്ക് 37.5 എനിക്ക് കിട്ടിയത് 47. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നി. ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്, തോറ്റു പോകുമെന്ന് വിചാരിച്ച വിഷയം അമ്മ 47 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്കും ജയിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ആ കുട്ടിക്ക് 47 എനിക്കും 47. എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് നന്നായിട്ട് ടെൻഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു പോകാതിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അതിന് എനിക്ക് കിട്ടിയ മാർക്ക് 47. പിന്നെ അത് കഴിഞ്ഞു 7th സെം കിട്ടിയാലേ ഉണ്ടായിരുന്നു എനിക്ക് ഇത് 6th സെം കിട്ടിയാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ 7th സെം എനിക്ക് എഴുതാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്കും തിരുമാറിനോടും. അങ്ങനെ ആ എക്സാമും കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇനി എനിക്ക് ഒരു സെമ്മും കൂടെ ആണുള്ളത്, 8ാമത്തെ സെം. അതിൽ ഞങ്ങളുടെ സിലബസ് വെച്ച് ഞങ്ങൾക്ക് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഇതിന് ഫെയിലായ 8ാമത്തെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ നേഴ്സിംഗ് കരിയറിൽ ഈ സ്റ്റുഡൻ്റ് ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതിയപ്പം ഒരു ലാസ്റ്റത്തെ എൻ്റെ 3ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് OBJ ആയിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ടെൻഷൻ അടിക്കാതെ എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ വെച്ചത്. സാധാരണ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാനിങ്ങനെ
ഈ ടെൻഷനായിട്ട് എനിക്ക് പേപ്പർ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യാറ്. ഒന്നും എനിക്ക് ലാസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ടൈം എടുത്ത് എനിക്ക് ആൻസറും എല്ലാം നന്നായിട്ട് നോക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ചു ഇത് ഞാൻ ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് തിയറി എക്സാമിന് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്നെ ജയിപ്പിക്കും. അന്നെൻ്റെ റിസൾട്ട് വന്നു. മീൻസ് കുറച്ച് നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അത് എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്ക് മിക്ക അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കിട്ടിയത് ചൊവ്വാഴ്ചകളാണ്. ആദ്യത്തെ എൻ്റെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് റിസൾട്ട് കിട്ടിയതും ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ചേച്ചിയുടേതും വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. ചേച്ചി BTS പാസ്സാണോ, എത്രയും വേഗം ജർമ്മനിയിൽ എത്താൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ട്യൂട്ടറായിട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല അങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. അതെല്ലാം മാറി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇപ്പോൾ എന്താ ഞങ്ങൾ ഓരോന്ന് പെട്ടെന്നായിരുന്നു വാങ്ങിയത്. ചേച്ചിയുടെ ഫോണ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇൻവേർട്ടർ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ചേച്ചിക്ക് അത്രയും കഷ്ടതയിൽ നിന്ന് കടന്നിടത്തുനിന്ന് ഒരു ജോലി കിട്ടി, അത്രയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പം അത് അമ്മയുടെ തിരുമാറിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുമാറിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഉടമ്പടി തുടരുവാൻ തന്നെയാണ്. ഞാൻ ശരിക്കും ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് നിർത്താൻ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ടും അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങളാണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അമ്മേനെ അത് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്ക് തിരുമാറിനും ഒരുപാട് നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവിടെ ശില്പയും അഞ്ജുവും 2 സഹോദരിമാർ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഇവർക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവർ ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ശില്പ വളരെ അയോഗ്യതകളുടെ കണക്കുകളാണ് എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് അട്രാക്ഷനിലേക്ക് കടന്നുപോയി എല്ലാം പോസിറ്റീവെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈശോയ്ക്ക് എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ചിട്ടാണ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം 1 മാർക്കിന് നഷ്ടപ്പെട്ടിരുന്ന ശില്പ വളരെയധികം എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് വലിയ ലാഗ് ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി പ്രാർത്ഥന, അവരുടെ അനുഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ഒരു ട്യൂട്ടറാകുവാനും ജർമ്മൻ ടീച്ചറാകുവാനും അതുപോലെ തന്നെ അവർക്ക് വിസയും ടിക്കറ്റുമെല്ലാം ഫ്രീ ആയി ജർമ്മനിയിലേക്ക് പോകാനുമുള്ള ഒരു വലിയ അനുഗ്രഹം. ഇവരുടെ കുടുംബം തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇവർക്കൊരു ചെറിയ ജോലി കിട്ടിയത് മൂലം വീട്ടിലും കുടുംബത്തിലും ഉണ്ടായ പരസ്പര സ്നേഹവും ബഹുമാനവും, കുടുംബത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇവർക്ക് പുതിയതായി വാങ്ങാൻ സാധിച്ചതിൻ്റെ സന്തോഷവും, അതുപോലെ തന്നെ അഞ്ജുവിനും വലിയ സന്തോഷത്തോടു കൂടി വളരെ ദാവീദ് നൃത്തം വയ്ക്കുന്നത് പോലെയാണ് വളരെ ഇവർ കുടുംബം മുഴുവൻ ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. നമുക്കറിയാം ബിഗ് സീറോ എന്ന് നാം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരു പ്രസ്താവന നാം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വലിയ സ്തോത്രഗീതം പാടാനായിട്ട് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം നന്ദിയോടെ ഓർത്ത് പാടുവാനായി സാധിക്കും. സമറിയാക്കാരി സ്ത്രീ ഒഴിഞ്ഞ കുടം വെച്ച് ഈശോയോട് പറഞ്ഞതുപോലെ ആ ജീവജലം എനിക്ക് നൽകുക, ഞാൻ ഇനി ഇവിടെ ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ. ജീവജലം നമുക്ക് എപ്പോഴും കൊതി തീരാതെ കുടിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. നമുക്കത് ദാഹം തീർക്കാതെ നമുക്ക് കുടിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയെ നമ്മെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഇവരിപ്പോൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുതന്നെയാണ്. ഇവർ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈശോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 2 അർത്ഥവും ഇവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ പ്രോസസ്സിങ്ങിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്കും, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി നന്ദിയോടെ ഈ സാക്ഷ്യം